الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും വിട പറയുകയാണ്. അള്ളാന്റെ അനുഗ്രഹത്താൽ ഇതുവരെ വലിയ പ്രയാസമൊന്നുമില്ലാതെ നമുക്കൊക്കെ നോമ്പ് നോൽക്കാൻ സാധിച്ചു. നോമ്പിന്റെ ആത്മീയമായ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് അല്ലാഹു തആല നമുക്ക് പാരത്രികമായിട്ടുള്ള പരലോക വിജയം നൽകുക എന്നതാണ്. നോമ്പിന്റെ അവസാനത്തെ 10 വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആയിഷ ബീവി ചോദിച്ചപ്പോ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, ഞാൻ എന്ത് ചോദിക്കണം അള്ളാഹിനോട് ചോദിച്ചപ്പോ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന് പറയാനാണ് നിബിധങ്ങൾ പറഞ്ഞത്. അതായത് മാപ്പ് കിട്ടണം, കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടുക ആഖിബത്ത് നോക്കിയിട്ടാണ്, അവസാനം എങ്ങനെയെന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് പാപമോചനം ലഭിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റമളാനിന്റെ അവസാനമായാൽ എല്ലാ ഗവർണർമാർക്കും കത്തയക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയവർക്ക് അവരുടെ പാപം പൊറുക്കാം. ഒരു വീഴ്ചയും പറ്റാതെ എല്ലാ കർമ്മങ്ങളും നോമ്പിന് യഥാവിധി നിർവഹിച്ചവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു അഹങ്കാരം വരാനും സാധ്യതയുണ്ട്. ഞാൻ എല്ലാ നോമ്പും നോറ്റു, ഖുർആനൊക്കെ മുഴുവൻ ഓതി, തറാവീഹൊക്കെ നിസ്കരിച്ചു, എല്ലാ ക്ലാസ്സുകളും പങ്കെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു അഹങ്കാരവും മനുഷ്യന് കയറി വരാൻ സാധ്യതയുണ്ട്. മനുഷ്യനാണല്ലോ, അപ്പൊ അത് മാറാനും നല്ലതാണ്. അതുകൊണ്ടാണ് പശ്ചാത്താപത്തോടു കൂടെയായിരിക്കണം നമ്മുടെ നോമ്പിനെ നമ്മൾ യാത്രയാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ 180-ലധികം സ്ഥലത്ത് പശ്ചാത്താപത്തെക്കുറിച്ച്, തൗബയെക്കുറിച്ച് പറയുന്നുണ്ട്. തൗബ എന്നൊരർത്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരു സൂറത്ത് അങ്ങനെയുണ്ട്, സൂറത്തു തൗബ. 3 പ്രധാനപ്പെട്ട സഹാബികളുടെ തൗബ സ്വീകരിച്ച ചരിത്രമാണ്. സാധിക്കുമെങ്കിൽ ഈ റമദാനില് നല്ലൊരു തഫ്സീർ എടുത്തിട്ട്, അമാനി മൗലവിയുടെ ഒക്കെ തഫ്സീർ വളരെ ബെറ്ററാണ്, അതെടുത്തൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മുറാറത്ത് ഇബ്നു റബീഅ, ഹിലാൽ ഇബ്നു ഉമയ്യ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ പശ്ചാത്താപം സ്വീകരിച്ച ആ പശ്ചാത്തലത്തിലാണ് സൂറത്ത് തൗബയിലെ ആയത്തുകളുടെ ഒക്കെ അവതരണം. അതുപോലെ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ് അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇനാബത്ത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിലും പരിചയപ്പെടുത്തി ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പശ്ചാത്താപത്തെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യനാകുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവന്റെ പേര് മലക്ക് എന്നാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ തെറ്റുകൾ ചെയ്യും, ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കും. പക്ഷെ ആ മനുഷ്യന് അതിന്നൊക്കെ മാറിയിട്ട് അവന്റെ മനസ്സിനെ ശുദ്ധിയാക്കും.
അതാണ് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടം എന്ന്. തെറ്റ് ചെയ്യാതിരിക്കലല്ല. മുത്തഖീങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത് വരെ അള്ളാഹു പറഞ്ഞത് അവര് തെറ്റ് ചെയ്യുമെന്ന്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത ഔ ലലമു അൻഫുസഹും, തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നീചവൃത്തികളിൽ ഏർപ്പെട്ടാൽ ദക്കറുല്ലാഹ, അള്ളാഹനെ ഓർക്കും, വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, പശ്ചാത്തപിക്കും, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് ആരാണ് പാപം പുറത്തു തരിക, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല എന്നതാണ്. അതാണ് മനുഷ്യൻ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവൻ എന്ന രൂപത്തിലല്ല, മറിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ അബദ്ധവശാൽ അവന് സംഭവിക്കുന്ന തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുന്നവനാണ്. ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. മനുഷ്യൻ അറിയാതെ തെറ്റുകളിൽ ഏർപ്പെടും, അപ്പോൾ തന്നെ അതിന്റെ പശ്ചാത്താപം കൊണ്ട് പടച്ചവനോട് തന്നെ, തൗബ എന്ന് പറഞ്ഞാൽ മടങ്ങാണ്, റുജൂ എന്നാണ്. അള്ളാഹുവിനെ തന്നെ ഓർത്ത് അള്ളാഹുവിലേക്ക് മടങ്ങും, അവർക്കാണ് അള്ളാഹു തൗബ സ്വീകരിക്കുക എന്നതാണ്. എന്നാൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്തി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണം വരെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മരിക്കാനാവുമ്പോൾ പറയാ ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ ഇപ്പോ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്നവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. വലല്ലദീന യമൂതൂന വഹും കുഫാർ, കുഫ്റോടെ മരിച്ചുപോയവന്റെ തൗബയും അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ സാധാരണ മനുഷ്യരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടം മനുഷ്യർ എന്ന നിലക്ക്, കാരണം മലക്കല്ല മനുഷ്യനാണ്. ആ നിലക്ക് സംഭവിക്കുന്ന തെറ്റുകൾ അപ്പോൾ തന്നെ പടച്ചതമ്പുരാനോട് പറഞ്ഞ് ക്ലിയർ ചെയ്യാം, അപ്പൊ തന്നെ വെട്ടുക, അപ്പൊ തന്നെ ഇപ്പത്തെ കുട്ടികളെ ഭാഷ പറഞ്ഞ ഡിലീറ്റ് ആക്കുക. അങ്ങനെ ഡിലീറ്റ് ആക്കുക. അള്ളാഹ്ക്കത് വലിയ സന്തോഷമാണ്. ഒരടിമയുടെ തൗബ സ്വീകരിച്ചത് അള്ളാഹ് പറയുന്നു. മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്, പെട്ടെന്ന് അവന്റെ വാഹനമൊക്കെ നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാതായി, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. ആ സമയത്ത് ഈ ഒരു രക്ഷയില്ലാതെ അങ്ങനെ കടന്ന് അറിയാതെ ക്ഷീണിച്ചുറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കുമ്പോ തന്റെ ഒട്ടകവും നഷ്ടപ്പെട്ട എല്ലാം തന്റെ മുന്നിലുണ്ട് എന്ന്. അത് കണ്ടപ്പോ അവൻ അതിയായ സന്തോഷമുണ്ടായിട്ട് അവൻ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക. അർത്ഥറിയില്ലേ? അള്ളാഹുവേ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് തെറ്റി പറഞ്ഞത്. ഈ സന്തോഷമൊക്കെ കൂടുമ്പോ, ബേജാറ് കൂടുമ്പോ പറച്ചിലൊക്കെ തെറ്റുമല്ലോ, അങ്ങനെ തെറ്റി പറഞ്ഞത്. അപ്പൊ സന്തോഷം കൊണ്ട് പറയുന്ന വാക്ക് പോലും തെറ്റിപ്പോയ ഒരു അടിമ, അയാൾക്കുണ്ടായ സന്തോഷം എത്രയാണോ അത്രയാണ് അള്ളാഹുവോട് നമ്മൾ മാപ്പപേക്ഷിക്കുമ്പോൾ അള്ളാഹുവിനുള്ള സന്തോഷം എന്നാണ്. അത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും. തൗബ എന്ന് പറയുന്നത് തിന്മക്ക് മാത്രമല്ല. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് തിന്മ ചെയ്തത് കൊണ്ടല്ല. കാരണം ആ നമസ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ അതിന്റെ പെർഫെക്ഷനെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും അള്ളാഹുവോട് അഭയം തേടുന്നു, എനിക്ക് പുറത്തു തരണം. അറിഞ്ഞുകൊണ്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അറിയാത്തതുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അതുകൊണ്ട് നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാം മുതൽ തന്നെ പശ്ചാത്താപത്തെ അല്ലാഹു തആല മനുഷ്യർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കിയ അന്ന് മുതൽ തന്നെ മനുഷ്യന് ആവശ്യമായ പശ്ചാത്താപത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. സന്ദർഭം അങ്ങനെയാണ്. സ്വർഗത്തിലേക്ക് ഒരു മരത്തിലേക്ക് അടുക്കരുതേ എന്ന് പറഞ്ഞ് ആ മരം അതിന്റെ ഇലകളോ കായ്കളോ ഒക്കെ ഭക്ഷിച്ചപ്പോ ഖുർആൻ പറയുന്നുണ്ട്, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ചില വാക്കുകൾ ആദം ഉച്ചരിച്ചു എന്ന്. ആ വാക്കുകളെ അല്ലാഹു തആല മറ്റൊരു സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഖാല റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ലോകത്തെ ആദ്യത്തെ മനുഷ്യന്റെ പ്രാർത്ഥന. അള്ളാഹുവെ, അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് പുറത്തു നിന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നു. അത് പഠിപ്പിച്ചതാണ് ആദം നബി അലൈഹിസ്സലാം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്മാർക്ക് വലിയ പാപങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർ മഅസൂമുകളാണ്, പാപസുരക്ഷിതരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം പ്രവാചകന്മാരൊക്കെ മഅസൂമുകളാണ്, പാപസുരക്ഷിതരാണ്. അപ്പൊ ആദം നബി അടുത്തുണ്ടായത് ഒരു തെറ്റല്ലേ? അതിനെ പണ്ഡിത ഭാഷയിൽ പറയുന്ന പേര് ഖിലാഫുൽ ഔലാ എന്നാണ്. തെറ്റ് എന്നതിന് പറയില്ല, നല്ലതിനെതിര് എന്നാണ്. നല്ലതിനെതിര്, ചെയ്യേണ്ടതിനെതിര്. ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ ആ കനി തിന്നാൻ പാടില്ലായിരുന്നു, പക്ഷെ തിന്നു. അതിന് തെറ്റ് എന്ന് പറയില്ല, ഖിലാഫുൽ ഔലാ. ഇനി നിങ്ങൾ ഓരോ പ്രവാചകത്തെ പരിശോധിച്ച് നോക്കി. ദഅവത്തിന്റെ വിഷയത്തിൽ ഒന്നാമത് വന്ന പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് നബി അതുപോലെ സംഭവം സംഭവിച്ചിട്ടുണ്ട്. തന്റെ മകൻ കപ്പലിൽ കയറാൻ പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞിരുന്നു നൂഹ് നബിയോട്, ഞാൻ എല്ലാവരെയും രക്ഷപ്പെടുത്താം, വഅഹ്ലക, നിന്റെ കുടുംബത്തിനെയും ഞാൻ രക്ഷപ്പെടുത്താം എന്ന് അള്ളാഹ് നൂഹ് നബിക്ക് വഹി നൽകിയിരുന്നു. അതുകൊണ്ട് തന്റെ മകൻ കപ്പലിൽ കയറാതിരുന്നപ്പോ അള്ളാഹിനോട് നൂഹ് നബി പറഞ്ഞു, ഇന്നബിനി മിൻ അമലി മിൻ അഹ്ലി, ഇന്നബിനി മിൻ അഹ്ലി വഇന്ന വഅദകൽ ഹഖ്. പടച്ചോനെ, എന്റെ മകനെ എന്റെ കപ്പലിൽ ഒന്ന് കയറണം, അവൻ കയറട്ടെ എന്റെ കപ്പലിൽ. അതുകൊണ്ട് നീ പറഞ്ഞ വാഗ്ദാനം സത്യമാണല്ലോ, എന്റെ കുടുംബക്കാരെ രക്ഷപ്പെടുത്താം. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ആ മകൻ നിന്റേതല്ല, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ആദർശ കുടുംബത്തിനാണ് ഇസ്ലാമിൽ പ്രാധാന്യമുള്ളത്. നിന്റെ ആദർശ കുടുംബത്തിൽപ്പെട്ട മകനല്ലാതെ ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അത് നല്ലതല്ലാത്തൊരു പ്രവർത്തനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിയാത്ത കാര്യം നീ എന്നോട് ചോദിക്കരുത്. ഇന്നി അയലുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ഒരു വിവരദോഷിയായിട്ട് മാറരുത്, വിവരം കെട്ടവനായി മാറരുത് നൂഹ് എന്ന് പറഞ്ഞപ്പോഴാണ് നൂഹ് നബിക്ക് അത് ബോധ്യമായത്. ഉടനെ തന്നെ നൂഹ് നബി പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി അഊദു ബിക മിൻ അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ. പടച്ചോനെ, ആവശ്യമില്ലാത്തൊരു കാര്യം നിന്നോട് ഞാൻ ചോദിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയും നൂഹ് നബിക്ക് അതില്ലാത്ത പോലെ, അതാണ് അഫ്വു എന്ന് പറഞ്ഞാൽ, അങ്ങനെ സംഭവം ഇല്ലാത്ത പോലെ ആക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കുണ്ട്. അവരൊന്നും തെറ്റ് ചെയ്തിട്ടല്ല. മൂസാ നബി അലൈഹിസ്സലാം 2 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒരു മനുഷ്യനെ അറിയാതെ കൊന്നുപോയി. 2 പേര് തല്ലുമക്കാണും കൂടുമ്പോ മൂസാ നബിന്റെ ആളുപെട്ട ആളുകളായിരുന്നു അവർ. അപ്പൊ മറ്റോനെ, ശത്രുവിനെ ഒരു വെറുതെ ഒരു ചവിട്ട് കൊടുത്താണ്. വക്കസ എന്നാണ്, ഇടിച്ചു ചവിട്ടി എന്നൊക്കെ അർത്ഥം. ഫഖളാ അലൈഹി, മൂപ്പര് മരിച്ചുപോയി. യാദൃശ്ചികമായിട്ട് മരിക്കാൻ വേണ്ടി ചവിട്ടിയതല്ല. അപ്പൊ മൂസാ നബി പറഞ്ഞു, റബ്ബി ഇന്നി ഖതൽതു നഫ്സൻ ഫഗ്ഫിർ ലീ ഫഗ്ഫറ ലഹു, ഞാനൊരു മനുഷ്യനെ അറിയാതെ കൊന്നുപോയി, എനിക്ക് പുറത്തു തരണം. പുറത്തു കൊടുത്തു. മറ്റൊരിക്കൽ അള്ളാനെ കാണണം എന്ന് പറഞ്ഞു മൂസാ നബി. അള്ളാനെ നമ്മൾ ദുന്യാവെന്ന് ആരും അള്ളാഹുവിനെ കാണൂല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം. ദുന്യാവിൽ വെച്ച് ഒരാളും, മുഹമ്മദ് നബി ഉൾപ്പെടെ ഒരാളും അള്ളാഹുവിനെ കണ്ടിട്ടില്ല. നാളെ ഇൻഷാ അല്ലാഹ് പരലോകത്ത് അള്ളാഹുവിനെ നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ അള്ളാഹിനെ കാണൂല. അപ്പൊ മൂസാ നബി പറഞ്ഞു, എനിക്കൊന്ന് റബ്ബി അരിനി അൻദുറു ഇലൈക, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അള്ളാഹ് പറഞ്ഞു, ഇന്നക ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. വലാകിൻ അൻദുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്കൊന്ന് നോക്കണം. ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, നീ നോക്കുമ്പോ ആ പർവ്വതം അവിടെ ഉണ്ട് എങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാം. പക്ഷേ ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസാ സ്വഇഖാ, മൂസാ നബി ആ പർവ്വതത്തിലേക്ക് നോക്കിയപ്പോ പർവ്വതം ഇങ്ങനെ പൊട്ടിപ്പിളർന്നായിട്ട് കണ്ടു. ഉടനെ മൂസാ നബി ബോധം കെട്ടുപോയി. ഫലമ്മാ അഫാഖ, ബോധം തെളിഞ്ഞപ്പോ മൂസാ നബിക്ക് തോന്നി വേണ്ടിയിരുന്നില്ല. ഖാല, ഉടനെ പറഞ്ഞു, സുബ്ഹാനക തുബ്തു ഇലൈക, പടച്ചോനെ
ഞാൻ തൗബ ചെയ്ത് മടങ്ങാണ്, ചോദിച്ചത് അബദ്ധമായി. അതുകൊണ്ട് അങ്ങനെ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കാം. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം ഭരണപക്ഷത്തുണ്ടായ ഒരു വീഴ്ച, അതൊരു കുട്ടിയുടെ ഡെഡ് ബോഡി സിംഹാസനത്തിൽ കൊണ്ടുപോയിട്ടിട്ടാണ്. വലിയ കഥകളൊക്കെ പറയുന്നുണ്ട്, അതൊന്നും ശരിയായ കഥകളല്ല, അതിന്റെ ആവശ്യമില്ല. എന്തായിരുന്നാലും ഭരണം വേണ്ട പോലെ വിജയിക്കുന്നില്ല എന്ന് അല്ലാഹു തആല സുലൈമാൻ നബിയെ പഠിപ്പിക്കാൻ, അതിനാണ് സിംഹാസനത്തില് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോയിട്ടു എന്നാ ഖുർആൻ പറയുന്നത്. വലഖദ് ഫതൽനാ സുലൈമാൻ വഅൽഖൈനാ അലാ കുർസിയിഹി ജസദാ, അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോയിട്ടു. സുമ്മ അനാബ്, തന്റെ ഭരണത്തിൽ ചില വീഴ്ചകൾ നടക്കുന്നു എന്ന് ഭരണാധികാരിക്ക് ബോധ്യമായപ്പോ തൗബ ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ദാവൂദ് നബിയെ പഠിപ്പിക്കുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹവും പറയുന്നു, ഫതന്നാ ദാവൂദ് അലൈഹിസ്സലാമിനെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് രണ്ട് ആട്ടിടയന്മാര് വന്നിട്ട് തർക്കിച്ച് ഒരു സംഭവമൊക്കെ സൂറത്ത് സ്വാദില് അല്ലാഹു തആല വിവരിക്കുന്നു. അപ്പൊ രണ്ട് താർക്കികര് വന്നപ്പോ അവിടെ കൊടുത്ത വിധിയിൽ ഫത്വയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലായത് തിരുത്താൻ വേണ്ടിയുള്ള ഏർപ്പാടായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, ഫളന്ന ദാവൂദു അന്നമാ ഫതന്നാഹു ഫഖറ റാക്കിഅൻ വഅനാ, ഞാൻ പരീക്ഷിച്ചതാണ് എന്ന് മനസ്സിലാക്കിയപ്പോ സുജൂദിൽ കടന്നുകൊണ്ട് മൂസാ നബി ദാവൂദ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റിൽ നിന്നല്ല യഥാർത്ഥത്തിൽ പശ്ചാത്താപം. തെറ്റ് ഒരു സംഗതി നല്ലതല്ല എന്ന് തോന്നിയപ്പോൾ തന്നെ പടച്ച തമ്പുരാനോട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാം. നമുക്കറിയാലോ, ചില ആളുകളൊക്കെ സംസാരത്തിന്റെ ഇടയിൽ അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കും. ഒരു കാര്യം പറഞ്ഞ അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കും. ഇതൊരു ചര്യയായിരുന്നു എന്നുള്ളതാണ്. മനസ്സ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. മനസ്സിൽ ഒരുപാടുണ്ടാവും, ഒരുപാട് ഡാറ്റകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അതിന്റെ ഡിലീഷനാണ് യഥാർത്ഥത്തിൽ തൗബ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ലി യഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, വന്നുപോയ പാപവും വരാൻ പോകുന്ന പാപവും പുറത്തു കൊടുക്കപ്പെട്ട ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി പറയുന്നത്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ, 70 പ്രാവശ്യമൊന്നും വന്നിട്ടുണ്ട്, 100 പ്രാവശ്യമൊന്നും വന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം അല്ലാഹുവോട് 100 പ്രാവശ്യം തൗബ ചെയ്യുന്നുണ്ട്, അസ്തഗ്ഫിറുള്ള പറയുന്നുണ്ട്. ആലോചിക്കുക, ഒരു ദിവസം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, തെറ്റ് വരാൻ പോലും സാധ്യതയില്ല, വരാൻ പോകുന്നത് പോലും പുറത്ത് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 കണക്കിന് തവണ പടച്ച തമ്പുരാനിലേക്ക് തൗബ ചെയ്ത് ദിവസവും തൗബ ചെയ്ത് മനസ്സ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മളൊക്കെ എവിടെ എത്തി? നമ്മൾ നേരെ തിരിച്ചാണ്. 100 കണക്കിന് തെറ്റ് ദിവസവും ചെയ്യുന്ന നമ്മള് ആത്മാർത്ഥമായിട്ടൊരു പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നല്ല. നിസ്കാരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വരുന്നതല്ല. ഞാൻ 100 കണക്കിന് തെറ്റുകൾ പല രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ തെറ്റാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, ചിന്ത കൊണ്ട്, മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന തെറ്റുകൾ, അതൊക്കെ ഏത് റമദാനിലും വരും. അതുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, ജനങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണം, അല്ലാഹു സ്വീകരിക്കും. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ് മാ ലം യുഗർദിർ, മരണശ്വാസം വലിക്കുന്നത് വരെ നമുക്ക് അവസരമുണ്ട്. മരണശ്വാസം വലിക്കുന്നത് വരെ പടച്ച തമ്പുരാൻ തൗബ സ്വീകരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തൗബ ചെയ്യണേ. ഖുർആനിൽ പറയാം, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂ, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. കാരണം അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്, ഭൗതികമായ നേട്ടങ്ങൾ. അറിയോ,
ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ബോർഡിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊരു ഇഷാറത്തുകൾ, സൂചന ബോർഡുകൾ, ഇസ്തഗ്ഫിരില്ല, അൽഹംദുലില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യാത്ര എല്ലാം സുഖകരമാകാൻ, ജീവിതം ഒന്ന് സുഖകരമാകാൻ എപ്പോഴും മനുഷ്യന് ആവശ്യമാണ് ഇസ്തിഗ്ഫാർ. ഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. റബ്ബിനോട് പൊറുക്കരുത്, റബ്ബ് ഗഫാറാണ്. നമ്മളെ കണക്കാക്കണമാതിരി റബ്ബിനെ കണക്കാക്കണ്ട. പടച്ച തമ്പുരാൻ ലൗ ബലഗത് ദുനൂബക അസ്സമാ, നീ തെറ്റ് ചെയ്ത് ആകാശം മുട്ടെ തെറ്റ് ചെയ്താലും നിന്റെ തെറ്റുകൾ ഇങ്ങനെ അടക്കി വെച്ചാൽ ആകാശത്തെത്തും. സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പൊറുക്കലിനെ തേടിയാൽ അഗ്ഫിറു ലക, ഞാൻ നിനക്ക് പുറത്തു തരുന്നു. നമ്മളങ്ങനെയല്ല പറയാം. നമ്മൾ ഓന്റെ വാപ്പ കബർന്നെന്ന് പറഞ്ഞാലും ഞാൻ പുറത്തു കൊടുക്കൂല. നമ്മളെ മാതിരി വാശിയും കുറ്റൊന്നും അള്ളാക്കില്ല. ചിലപ്പോ ചില വാഴൊക്കെ കേട്ടാ തോന്നുന്നു അള്ള അത്ര ഭീകരനാണോ തോന്നി. അല്ല, അള്ള റഹ്മത്താൻ, അള്ളാന്റെ റഹ്മത്താണ് ലോകം മുഴുവനുള്ളത്. കാരുണ്യമാണ്. പടച്ച തമ്പുരാനോട് മനുഷ്യന് കാരുണ്യമാണ്. മനുഷ്യനാണ് പലപ്പോഴും അത് സ്വീകരിക്കുന്നിടത്തും അത് ചെലവഴിക്കുന്നിടത്തും ഉപയോഗപ്പെടുത്തുന്നിടത്തും കൃത്രിമങ്ങൾ കാണിക്കുന്നത്. ഒക്കെ മനുഷ്യൻ കാരണമാണ്. അതുകൊണ്ട് നിന്റെ പാപം എത്രയാണെങ്കിലും ഹദീസിൽ പ്രവാചകൻ പറയാം, കുല്ലുബിനി ആദം ഖത്താഉൻ, ആദമിന്റെ മക്കളൊക്കെ തെറ്റ് ചെയ്യും. ആദമിന്റെ മക്കളാണോ തെറ്റ് ചെയ്യും. എന്നാൽ വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ, ഖൈറു ബനി ആദം നല്ല പറഞ്ഞു. ബനു ആദമിലെ ഏറ്റവും നല്ല മനുഷ്യൻ നല്ല പറഞ്ഞു. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ ആരാണ്? അത്തവ്വാബൂൻ, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റുകുറ്റങ്ങൾ കൊണ്ട് മനസ്സ് മലീമസമായ, പാപങ്ങൾ കൊണ്ട് മലീമസമായ ഹൃദയമുള്ള മനുഷ്യരെ, എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും നിരാശനാവേണ്ടതില്ല. ഒരിക്കലും നിരാശ വേണ്ട. എത്ര തെറ്റ് ചെയ്താൽ 100 ആളെ കൊന്ന ചരിത്രം പഠിപ്പിക്കും. 99 ആളെ കൊന്നു. 99 ആളെ കൊല്ല പശ്ചാത്തലമല്ല പറയുന്നത്. 99 ആളെ കൊന്നിട്ട് ഒരു മൊയ്ലിയരോട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നു, എനിക്ക് തോപുണ്ടോ ചോദിച്ചപ്പോ മൊയ്ലിയർ പറഞ്ഞു ആൾക്ക് തോപൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചില മൊയ്ലിയന്മാര് കിട്ടിയതൊക്കെ വിവാദമാക്കും. കാര്യം മനസ്സിലാക്കൂല. നമുക്കറിയാലോ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന. നിനക്ക് തോപൊന്നും ഉണ്ടാവില്ല, മോനെയും കൊന്ന. ഏതായാലും 99 ആയില്ല, 100 ആട്ടെ, അത് 100 തയ്ച്ചു. വേറൊരു മൊയ്ലിയത്ത് പോയി. ഹദീസുകളിൽ വന്ന് സ്ഥിരപ്പെട്ട് വന്ന സഹിയായ റിപ്പോർട്ടുകളാണ്. വേറെ ആളെടുത്ത് പോയപ്പോൾ പറഞ്ഞു തോബുണ്ട്, പക്ഷെ എനിക്ക് ഫത്വ പറയാൻ വയ്യ. പണ്ടത്തെ മൊയ്ലിയന്മാരൊക്കെ അങ്ങനെയാണ് ഫത്വ കൊടുക്കുക. ഭയങ്കര പേടിച്ചിട്ടേ മതവിധികൾ പറയുള്ളൂ. അത് ഇപ്പോഴും അങ്ങനെ വേണം. പക്ഷെ നമ്മളിപ്പോ വളരെ ലാഘവത്തോടു കൂടിയാണ് മതവിധികളൊക്കെ പറയാം. ഒരു സൂക്ഷ്മത പുലർത്താതെ മതവിധികൾ പറയും. അതുകൊണ്ടുള്ള അപകടം തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ന സ്ഥലത്തൊരാളുണ്ട്, അവിടെ പോണം. അയാൾ അവിടെ പോയി. അവിടെ പോയപ്പോ വഴിക്ക് വെച്ച് അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ജനാസ, ഡെഡ് ബോഡിയുമായിട്ട് തർക്കത്തിലായി കുറച്ച് ആളുകൾ. ഒരു കൂട്ടര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു, മലക്കുകളാണ്. വേറെ കൂട്ടര് നരകത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു മധ്യസ്ഥനായിട്ട് ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് നമുക്ക് പഠിപ്പിക്കാം. ആ മധ്യസ്ഥൻ പറഞ്ഞു, നമുക്ക് അയാള് പോകാനുള്ള സ്ഥലവും വന്ന സ്ഥലവും തമ്മിലൊന്ന് അളന്നു നോക്കി കൃത്യപ്പെടുത്തുക. അയാൾ വന്ന സ്ഥലമാണ് കൂടുതലെങ്കിൽ, പോകാനുള്ളടത്തേക്ക് ഇനി കുറച്ച് സ്ഥലമുള്ളൂ വെച്ചാൽ അദ്ദേഹത്തെ നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. അതല്ല, വന്ന സ്ഥലത്ത് കുറച്ചുള്ളൂ, ഇനി പോകാനുള്ള സ്ഥലം ഒരുപാട് ദൂരമുണ്ട് എങ്കിൽ അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകണം. സ്ഥലം അളന്നു നോക്കിയപ്പോ അയാൾ ഈ പണ്ഡിതന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അങ്ങനെ അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. 100 ആളെ കൊന്നൊരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന്. എന്താ അറിയോ? അതാ മനസ്സിന്റെ മാറ്റാണ്. തന്റെ മനസ്സ് നന്നാവണമെന്ന് അദ്ദേഹം വിചാരിച്ചതാണ്. അതിന് അദ്ദേഹം സഹിച്ച ത്യാഗമാണ്. ആ മനസ്സിന്റെ മാറ്റം എത്രത്തോളം അയാൾക്ക് ആ മാറ്റമുണ്ടായി, അയാളെ പശ്ചാത്താപമുണ്ടായി എന്നുള്ളതാണ്. 100 ആളെ കൊന്നതല്ല പ്രശ്നം. വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ. ശിർക്ക് അള്ളാഹ് ഒരിക്കലും പുറത്തു തരൂല.
അത് പുറത്തു കൊടുക്കാൻ പറ്റൂല. കാരണം അങ്ങനെയാണ്, അള്ളാഹിന്റെ അധികാരത്തിൽ പങ്കു ചേർക്കുക എന്നുള്ളത് പുറത്തു കൊടുക്കാൻ പറ്റൂല. പക്ഷെ തൗബ ചെയ്താൽ ശിർക്കും പൊറുക്കും. മരിക്കുന്നതിന് മുമ്പ് വേണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹ് പുറത്തു കൊടുക്കാത്ത പാപമാണ് ശിർക്ക്. ഞാൻ പറയലില്ലേ, സ്വന്തം ഭാര്യ എന്ത് ചെയ്താലും ചിലപ്പോൾ ഇഷ്ടമുള്ള ഭർത്താവ് പുറത്തു കൊടുക്കും. പക്ഷേ ഭർത്താവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുമായി ചാരിത്രം പങ്കുവെച്ചാൽ ഒരു ഭർത്താവ് ആ സ്ത്രീക്ക് പുറത്തു കൊടുക്കൂല, ബാക്കിയൊക്കെ പുറത്തു കൊടുക്കും. അതന്നെയാണ് അള്ളയും പറയുന്നത്. അത്രയേ ഉള്ളൂ. ഖുർആനിൽ അത് സൂറത്തുൻ നൂറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശിർക്കും വ്യഭിചാരവും തമ്മിൽ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീ തന്റെ ചാരിത്രം അത് ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഭർത്താവിന്റെ കൂട്ടുകാർക്കോ സ്നേഹിതർക്കോ ഇഷ്ടപ്പെട്ടവർക്കോ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഏകത്വം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ട വലിയനോ ശൈത്താനോ മലക്കിനോ അല്ലെങ്കിൽ വലിയനോ മലക്കിനോ ജിന്നിനോ ഒന്നും കൊടുക്കാൻ പാടില്ല, മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. അത് അധികാരത്തിൽ പങ്കുചേർക്കലാണ്. അത് അള്ളാഹ് ഇഷ്ടപ്പെടൂല, ബാക്കിയൊക്കെ ഇഷ്ടപ്പെടും. ബാക്കിയുള്ളവർ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒറിജിനൽ അവിടെ പങ്കുവെക്കാൻ പാടില്ല. അനുസരിച്ചുണ്ട്. അത് അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്തതൊക്കെ അള്ളാഹ് പുറത്തു. അതുകൊണ്ട് അള്ളാഹ് പറയാ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖിർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഹക്ക് കൂടാതെ അള്ളാഹ് നിഷിദ്ധമാക്കിയ ഒരു ശരീരത്തെ കൊന്നുകളയുകയില്ല. വലാ യസ്നൂൻ, വ്യഭിചരിക്കുകയുമില്ല. 3 വൻ പാപങ്ങൾ: ശിർക്ക്, കൊലപാതകം, വ്യഭിചാരം. അത് ചെയ്താൽ അതിന്റെ തിന്മ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല അന്ത്യനാളിൽ ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നരകത്തിൽ ശാശ്വതമാകേണ്ടി വരും. പക്ഷേ ഇല്ലാമൻ താബ, തൗബ ചെയ്തു, ഏത് മാരകമായ തെറ്റായാലും ഇല്ലാമൻ താബ വആമന, വിശ്വസിച്ചു, അതിന്റെ ശേഷം വഅമല അമലൻ സ്വാലിഹ, നന്നായി, എങ്കിൽ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അല്ലാഹു തആല നന്മയാക്കി മാറ്റുമെന്ന്. അതാ മനസ്സിന്റെ പവറാണ്. അതാണ് ഇവിടെ 100 ആളെ കൊന്ന. അല്ല, 100 ആളെ കൊല്ല എന്നുള്ളത് ചില്ലറ ഒരു സിമ്പിൾ കാര്യമല്ല. അത് ചെറിയ കാര്യമായി കാണരുത്. വ്യഭിചാരം ചെറിയ കാര്യമല്ല, ഏറ്റവും വലിയ കാര്യമാണ്, വലിയ തെറ്റാണ്. ശിർക്ക് ഏറ്റവും വലിയ തെറ്റാണ്. കൊലപാതകം അതിലേറെ വലുതാണ്. എന്നാലും അതിനൊക്കെ പോയിട്ട് ആള് നന്നായിട്ട് നല്ലൊരു മനസ്സിന്റെ ഉടമയായി മാറിയാൽ അതുപോലും പുണ്യമാക്കി മാറ്റിക്കൊടുക്കും എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒരു തെറ്റിൽ നിന്ന് നിരാശമാണ് ഏതും. കാരണം നിരാശ പിടികൂടിയാൽ പലതും സംഭവിക്കും. അതുകൊണ്ട് നിരാശയില്ല അല്ലാഹു തആല പാപം പോകും. റമദാനാണ്, നമ്മൾ അല്ലാഹുവിനോട് പറയാം, അതിന്റെ സമയങ്ങൾ സന്ദർഭങ്ങൾ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നന്മ ചെയ്തവരൊക്കെ നന്നായി പശ്ചാത്തപിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ആ നന്മയിൽ അഹങ്കാരമില്ലാതിരിക്കാൻ, ആ നന്മ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ആ നന്മകൾ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി നന്നായിട്ട് പശ്ചാത്തപിക്കുക. ശരീരം വൃത്തിയാക്കുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. മനുഷ്യൻ അവന്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്ന ആളാണ്. പക്ഷെ അതിലേറെ അല്ലാഹ് മുൻതൂക്കം കൊടുത്തത് തവ്വാബീനാണ്. മനസ്സ് നന്നാവണം. മനസ്സ് നന്നായിട്ടേ ശരീരം നന്നായിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ശരീരത്തെക്കാൾ കൂടുതൽ വൃത്തിയും ശുദ്ധിയും ഉണ്ടാവേണ്ടത് മനസ്സാണ്. അപ്പൊ റമദാൻ മാസത്തില് റമദാൻ കഴിഞ്ഞ് അവസാനം അഫ്വ്, അള്ളാന്റെ അഫ്വ് കിട്ടി. ഓരോ ലൈലത്തും മിൻ ലയാലി റമദാൻ യുത്തഖാഉ മിനൻ നാർ, റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തുനിന്ന് സ്വതന്ത്രമാകുന്ന കുറെ ആളുകളുണ്ട് എന്ന് അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാണ്. ഒരുപാട് ആളുകൾ എല്ലാ രാത്രിയിലും ഉണ്ട് എന്ന്. അതുകൊണ്ട് അതിലുൾപ്പെടുത്തുന്ന അല്ലാഹു അതിലുൾപ്പെടുത്തുന്ന ആളുകളായി നമ്മൾ മാറണം. നല്ലൊരു മനസ്സ്, അഫ്വ്, നമ്മുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാൻ. ആരോടും തെറ്റണ്ട, ആരും തെറ്റുകാരുണ്ടാവരുത്, ആരോടും മുണ്ടണ്ട, ആരോടും പിന്നെ തെറ്റണ്ട. പക്ഷേ എല്ലാവരോടും ഒരേപോലെ പെരുമാറണമെന്നതിന്റെ അർത്ഥമല്ല. നിങ്ങൾ ആലോചിച്ചു, കുടുംബ ബന്ധങ്ങൾ അഫുവിന്റെ മാസമാണ്. റമദാൻ 1 പോലെ തന്നെയാണ് ശവ്വാൽ 1 എങ്കിൽ എന്താ അതുകൊണ്ട് കാര്യം? അപ്പൊ ഒരു മാറ്റം. തെറ്റി നിൽക്കുന്നവരൊക്കെ മനസ്സൊക്കെ നന്നാവും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഹജ്ജിനൊക്കെ പോകുമ്പോൾ പഴയ കാലത്തൊക്കെ ആളുകൾ എല്ലാവരും പൊരുത്തപ്പെടിപ്പിക്കലൊക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ അതിന്റെയും വല്ല അതൊന്നും കാണില്ല.
അതിലൊക്കെ വലിയ പ്രധാനമാണ്. വ്യാഴവും വെള്ളിയും പിന്നെ വ്യാഴവും തിങ്കളും നോമ്പ് നോൽക്കുമ്പോ എല്ലാ അമലുകളും അല്ലാഹു തആലയിലേക്ക് ഉയർത്തുമെന്നാണ്. അതിനാ തിങ്കളാഴ്ച വ്യാഴാഴ്ചക്ക് നോമ്പ് നോൽക്കണത്. പക്ഷെ രണ്ടാളുടെ അമലുകൾ അല്ലാഹു ഉയർത്തൂല. തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾ അമൽ ഉയർത്തൂല. അതുകൊണ്ട് ഈ നോമ്പ് അങ്ങോട്ട് കഴിയുമ്പോ നമ്മളൊന്ന് റിഫ്രഷായി വരണം. മനസ്സ് നന്നാവണം. എന്ത് തെറ്റുകളുണ്ടെങ്കിലും തൗബക്ക് 3-4 ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ചെയ്യണ തെറ്റൊക്കെ അവസാനിപ്പിക്കും. തെറ്റ് ചെയ്തതിന്റെ പേരിൽ വല്ലാത്ത ഖേദമുണ്ടാകും. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന് പറയാം. 3 ഷർത്താ. 4-മതൊരു ഷർത്ത് മനുഷ്യരുമായുള്ള ഹക്കടപാടുകൾ തീർക്കണം എന്നാണ്. ഒരാളെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്, അവന് വഴി കൊടുത്തില്ല, കറണ്ടും കാല് കൊണ്ടാകാനുള്ള സൗകര്യം കൊടുത്തില്ല, അവനെ ഉപദ്രവിച്ചു, അവന്റെ വളപ്പിലൊക്കെ വീണ പിന്നെ തെങ്ങ് ബുദ്ധിമുട്ടുണ്ടാക്കി, അല്ലെങ്കിൽ മരം കൊണ്ട് അവനെ കഷ്ടപ്പെടുത്തി, അതിലൊന്നും ഒരു സൗകര്യം അവന് ചെയ്തു കൊടുത്തില്ല. പ്രയാസങ്ങൾ ഉണ്ടാവും. മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം തീർക്കണം. എന്നിട്ടേ അള്ളാഹിനോട് തൗബ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒരാളെ ദ്രോഹിച്ചു, ഒരാളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അവനോട് പോയി ആദ്യം മാപ്പ് പറയണം. അങ്ങനെയാണ് വ്യക്തിപരമായ ഇടപാടുകളിൽ വ്യക്തികളോട് മാപ്പ് പറഞ്ഞതിന്റെ ശേഷം, മാപ്പ് ചോദിച്ചതിന്റെ ശേഷം അള്ളാഹിനോട് പശ്ചാത്തപിക്കണം. അതല്ലാതെ അവനിങ്ങനെ കൈ ഉയർത്തിയിട്ട് പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, ഞാൻ ഇന്ന ആളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ പടച്ചോൻ പുറത്തു കൊടുക്കൂല. അത് തൗബന്റെ ഒരു ഷർത്താണ്. തൗബന്റെ ഒരു ഷർത്താണ്. അപ്പോ ആളുകളോട് എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പൈസ കൊടുക്കാണ്ടെങ്കിൽ അത് കൊടുക്കണം. അല്ലെങ്കിൽ ഇന്നപ്പോ തരാന്ന് പറയണം. ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കണം. പിണങ്ങി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, തെറ്റിപ്പോയ മക്കളും മരുമക്കളൊക്കെ ഉണ്ടാവും, റമദാൻ മാസത്തിൽ അവരൊക്കെ നേരാവണം, അവരൊക്കെ വിളിച്ചുകൊണ്ടിരണം. അതിനൊക്കെയുള്ള അവസരം. അല്ലെങ്കിൽ വെറും പട്ടിണിയാണ്. വെറും പട്ടിണി. ഇത്ര ദിവസം പട്ടിണി കിടന്നത് വെറും പട്ടിണിയാണ്. എത്ര നോമ്പുകാരാണ് അവന്റെ നോമ്പ് കൊണ്ട് അവന് കിട്ടുന്നത് പട്ടിണി മാത്രമാണ്. ഇല്ലൽ അത്ശു വൽ ജൂ. അപ്പൊ തറാവീസ്കരിച്ചതോ എത്ര ഹദീസാട്ടോ, എത്ര തറാവീസ്കരിക്കുന്ന ആളുകളാണ് തറാവിയോട് കിട്ടിയത്? ഇല്ല സഹർ വത്താബ്, ക്ഷീണവും ഉറക്കമൊഴിക്കലും മാത്രമാണ്. ഒന്നും ഫലത്തിലുണ്ടാവില്ല. അപ്പോ നമ്മളൊക്കെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച്, നാട്ടുകാരോടുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കി, ആരോടേലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒരാഴ്ച സമയമുണ്ട്. ആലോചിച്ചു. നമ്മളൊക്കെ, ഞാൻ പറയലുണ്ട്, ഇത്രയും കാലം ജീവിച്ചതിന്റെ ഭാഗ്യാണ്. എത്ര ആൾക്കാർ മരിച്ചു. ഇന്നലെ മിഞ്ഞാന്ന് 2 മയ്യത്ത ഒരു ദിവസം ഉണ്ടായിരുന്നു. മയ്യത്തിസ്കരിച്ചു. അതിൽ നമ്മൾ പെട്ടിട്ടില്ലല്ലോ, വലിയ ഭാഗ്യാണ്. റമദാനിൽ മരിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് സലഫ് സാലിഹ്യങ്ങളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റമദാനിൽ മരിപ്പിക്കരുതേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നതാണ്, ആ പ്രതിഫലം പരിപൂർണമായിട്ട് വാങ്ങാൻ വേണ്ടി. അപ്പോ പടച്ചോ നമുക്ക് ചെയ്തതെന്ന് വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നല്ലൊരു മനസ്സോടുകൂടി ഈ റമദാനിനെ യാത്രയാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. 3-4 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. MES കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അവിടെയാണ് ഈദ്ഗാഹ്. പെരുന്നാൾ നിസ്കാരം എപ്പോഴും നല്ലത് മഴ ഇല്ലെങ്കിൽ ഈദ്ഗാഹിലാണ്. ഈദ്ഗാഹിൽ ഒരു ദീനിയായ ഇബാദത്ത് നിർവഹിക്കുക എന്ന രൂപത്തിലായിരിക്കണം ഈദ്ഗാഹിലേക്ക് എല്ലാവരും വരേണ്ടത്. നമ്മുടെ ഫാഷൻ പരേഡായിട്ട് അങ്ങോട്ട് വരരുത് എന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. കൃത്യം 7 മണിക്ക് നമ്മുടെ നിസ്കാരം തുടങ്ങും. 8 മണിയോടുകൂടെ എല്ലാം അവസാനിക്കും. അങ്ങനെ ഒരു ടൈം ലിമിറ്റാണ്. അത് കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്രൗണ്ടാണ്, അവിടെ പായൊന്നും ഉണ്ടാവില്ല. അവർ മുസല്ലയോ തോർത്തുമുണ്ടോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ച് വരണം എന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടില് വിവാദമാണ്, വെള്ളിയാഴ്ച ജുമ ഉണ്ടോ അല്ലേ, പത്രത്തിൽ വരെ എഴുതിയിട്ടുണ്ട്. ചില മൊയ്ലിയന്മാർ അങ്ങനെ പറയണോ, വെറുതെ തെറ്റിദ്ധാരണയാണ്. പത്രമൊക്കെ വായിച്ചു നോക്കിയത് ഒന്നുമില്ല. വല്ല ആളുകളും ദൂരെ എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓൽക്ക് വരാൻ പറ്റൂലെങ്കിൽ അന്ന് ജുമക്ക് വരണ്ടെന്നൊരു ഇളവ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും സഹാബത്തിന്റെ കാലഘട്ടത്തിലും 4-5 ഹദീസുകളും അങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് ജുമക്ക് വരണ്ടാന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൂല്യന്മാർ എന്ത് കിട്ടിയാലും വിവാദമാക്കുക, എന്നിട്ട് സംഘടന വളർത്താനുള്ള രൂപത്തിലാണ്. അത് വല്ലാത്തൊരു അപകടമാണ്. ആൾക്കാർക്ക് സത്യമായി പറഞ്ഞു കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച രണ്ടുണ്ടെങ്കിൽ ഒരാൾ പെരുന്നാളിന് വന്നു, അയാൾക്ക് എവിടേക്കാളും ദൂരെ യാത്രയൊക്കെ പോകാനുണ്ട്, പ്രയാസമാണ്, പിന്നെ ഒരു ജുമഅക്ക് വരണമെങ്കിൽ അദ്ദേഹം ജുമഅക്ക് വന്നിട്ടില്ലെങ്കിൽ ളുഹർ എന്തായാലും നിസ്കരിക്കണം, അത് ളുഹർ നിസ്കരിക്കണം. അത് അത്രയും ഒരു സീരിയസ് പ്രശ്നം ഒരാൾക്കുണ്ടെങ്കിൽ, ഒരളവല്ല, എല്ലാറ്റിനും അളവുണ്ട്. അപ്പൊ അതെന്താ, അപ്പൊ ജുമഅക്ക് അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമഅക്ക് പോണ്ടാന്ന് അവർ തീരുമാനിക്കേണ്ട. ജുമഅ ഉണ്ട്, ജുമഅ നടക്കണം, ജുമഅക്ക് വരും വേണം. അത് ഇപ്പൊ രോഗിയാണെങ്കിൽ ജുമഅക്ക് വരണ്ട, അതുകൊണ്ട് ജുമഅക്ക് വരണ്ടായിരുന്നു അല്ല. അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അവനൊരു ഇളവുണ്ട് എന്ന് മാത്രമേ ആ പറഞ്ഞതിൽ അർത്ഥമുള്ളൂ, അത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച ആണെങ്കിലും പേടിക്കാനൊന്നുമില്ല. ജുമഅ പോലെ നടക്കും, പെരുന്നാൾ പോലെ നടക്കും. മറ്റൊന്ന് ഫിത്ർ സക്കാത്തിന്റെ കാര്യമാണ്, അതെല്ലാം ശ്രദ്ധിക്കണം. ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് ഒരു സാആൻ എന്ന് പറഞ്ഞാൽ 2-2.5 കിലോ അരിയാണ്, നാട്ടിലെ സാധാരണ ഭക്ഷണ സാധനമാണ് കൊടുക്കേണ്ടത്. അത് സാധാരണ സക്കാത്ത് വാങ്ങാൻ അർഹരായവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അന്ന് ജനിച്ച കുട്ടിക്ക് വരെ വേണമെന്ന്. പെരുന്നാൾ മാസം കണ്ടാൽ അതിന്റെ സമയമായി. 2 ദിവസം മുമ്പൊക്കെ സഹാബത്ത് ഉമർ റളിയല്ലാഹു പോലെയുള്ള ആളുകളൊക്കെ 2 ദിവസം മുമ്പ് തന്നെ ഫിത്ർ സക്കാത്തൊക്കെ എല്ലാവർക്കും എത്തിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതും അനുവദനീയമാണ്. അത് സംഘടിതമായി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ അതിന് ഒരുങ്ങണം. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് നമ്മുടെ കമ്മിറ്റി അത് സ്വീകരിക്കുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, എന്താണ് സക്കാത്തിന്റെ അർഹര് തന്നെയാണ്, അവകാശികൾ തന്നെയാണ്. ഫിത്ർ സക്കാത്തിന്റെ അവകാശികൾ, അവർക്ക് എത്തിച്ചോളും. കമ്മിറ്റി ഏൽപ്പിച്ചാൽ മതി. ഒരാൾക്ക് 100 രൂപയാണ്. അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും എന്നും അറിയിക്കുന്നു. പിന്നെ ലൈലത്തുൽ ഖദ്ർ മറക്കരുത്. കഴിയുന്നവരൊക്കെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ ശ്രമിക്കുക. ഉള്ള സമയം അൽ അഅമാലു ബിൽ ഖവാതിമീന പറഞ്ഞില്ലേ, ആഖിബത്ത് നോക്കിയിട്ടാണ്, അവസാനം എങ്ങനെ എന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അതാണ് വിജയം. അതുകൊണ്ട് നമ്മുടെ അവസാനം നന്നാക്കുക, റമദാനിന്റെ അവസാനം നന്നാക്കുക. ഇഅ്തികാഫിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 അരിൻ തലയൊക്കെ മുറുക്കി രംഗത്ത് വരും. അങ്ങനെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കും. ഇഅ്തികാഫ് പറഞ്ഞാൽ അത്യാവശ്യത്തിന് മാത്രമേ, അത്യാവശ്യത്തിന് പുറത്തു പോകാൻ പാടില്ല. വല്ല ആവശ്യങ്ങൾ, അടിസ്ഥാനപരമായ ആവശ്യം നിർവഹിക്കാൻ, മൂത്രമൊഴിക്കാനോ കക്കൂസ് പോകാനൊക്കെ പുറത്തു പോകാനല്ലാതെ ആവശ്യമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ പള്ളിയിൽ ഒതുങ്ങിയിരിക്കുന്നതിനാണ്. നിബിധങ്ങൾ അങ്ങനെ ഇരുന്നിരുന്നു എന്നാണ്. അവസാനത്തെ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം സ്ത്രീകൾ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നും സഹിഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അവർക്ക് അതൊരു ജുമുഅ നടക്കുന്ന പള്ളിയിലായിരിക്കണം എന്നൊക്കെ പണ്ഡിതന്മാരിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇഅ്തികാഫും ഖുർആൻ പാരായണവും പഠനവും ഒക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞുകൂടാ, പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം എന്നുകൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.